ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണ് മൾട്ടി മോഡൽ എ ഐ, അതുപോലെ തന്നെ ഇത് എങ്ങനെ വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നു, ഇത് എങ്ങനെയാണ് ഫ്യൂച്ചറിന് ഷേപ്പ് ചെയ്യുക എന്നൊക്കെയാണ്. എന്താണ് മൾട്ടി മോഡൽ എ ഐ എന്ന് പറഞ്ഞാല്, ഇപ്പൊ നോർമലി എ ഐ എന്ന് പറഞ്ഞാല് ഒരു സിംഗിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, ഡാറ്റനെ മാത്രം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യലാണ്. പക്ഷെ ഇത് മൾട്ടിപ്പിൾ ഡാറ്റനെ കമ്പൈൻ ചെയ്തിട്ട് വർക്ക് ചെയ്യും. അങ്ങനത്തെ ഒരു മൾട്ടി മോഡൽ എ ഐ എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഈവൻ ഇപ്പൊ ഒരു ടെക്സ്റ്റ്, ഇപ്പൊ നമുക്കൊരു ഇമേജ് കൊടുത്തിട്ട് ആ ഇമേജിൽ ഉള്ള ഒബ്ജക്റ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ടെക്സ്റ്റ് വഴി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അപ്പൊ ഇത് ഈ രണ്ട് രണ്ടും വേറെ സെപ്പറേറ്റ് മോഡൽസ് ആയിരിക്കും. ആ സെപ്പറേറ്റ് മോഡൽസിനെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് കിട്ടുന്ന ആ രീതിയിലാണ് നമ്മളിപ്പോ മൾട്ടി മോഡൽ എ ഐ എന്ന് പറയുന്നത്. ഇതെങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ മെയിനായിട്ട് ഇതില് എന്റെ മെയിനായിട്ട് ഇൻപുട്ട് വേണം. ഇൻപുട്ട് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇമേജ് ആയിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ആയിട്ടോ ഓഡിയോ ആയിട്ടോ ഒക്കെയാണ് വേണ്ടത്. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് ഇപ്പോ ഇതില് ഈ ഇൻപുട്ട് ആയിട്ടുള്ള വാങ്ങിയിട്ട് ഇൻപുട്ടിന് നേരെ എംബഡിങ്സ് ആക്കും. എംബഡിങ്സ് എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ സ്റ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രീതിയാണ്, അതിനാണ് എംബഡിങ്സ് എന്ന് പറയാ. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതിനെ ഫ്യൂസ് ചെയ്യും. ഫ്യൂസ് ചെയ്യുന്ന പറഞ്ഞാല് ഈ മൾട്ടിപ്പിൾ ആയിട്ട് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഒരു ഇമേജിനെയും അല്ലെങ്കിൽ ടെക്സ്റ്റിനെയും ഒക്കെ കമ്പൈൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ഫ്യൂസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഔട്ട്പുട്ട് നേരെ ഒരു ക്യാപ്ഷൻ ആക്കിയിട്ടോ അല്ലെങ്കിൽ ആൻസർ ആക്കിയിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ആയിട്ടൊക്കെ ഔട്ട്പുട്ട് തരും. അതാണ് ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ഒരു ഇൻപുട്ട് എൻകോഡ് ആൻഡ് കമ്പൈൻ ആൻഡ് ഔട്ട്പുട്ട്, ഈ രീതിയിലാണ് ഇതിന്റെ ഒരു ഫ്ലോ വരുന്നത്. ഇതിന്റെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ ആണ്. ഇപ്പോ ഇമേജും ടെക്സ്റ്റും ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ക്യാപ്ഷൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ടെക്സ്റ്റ്, ഓഡിയോ, വോയിസ് അസിസ്റ്റൻസ് പോലെയുള്ള, പിന്നെ വിഷ്വൽ ക്വസ്റ്റ്യൻ ആൻസറിങ് ഇപ്പോൾ നമ്മൾ കൂടുതലും യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ ആസ്ക് ചെയ്യുക, അപ്പോൾ ഹൗ മെനി കാർസ് ആർ ദെയർ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ കൗണ്ട് കാണിച്ചു തരും. ഒരു ഇമേജിൽ അതിലെത്ര കാർസ് ഉണ്ട് എന്നുള്ളതിന്റെ ഒരു കൗണ്ട് കാണിക്കും. അതാണ്. അതിന് ഹെൽത്ത് കെയറിലാണെങ്കിൽ എക്സ്റേ, അതേപോലെ പേഷ്യൻസിന്റെ നോട്ട്, ഡോക്ടറിന്റെ വോയിസ് ഒക്കെ കമ്പയർ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഫാസ്റ്ററായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ വളരെ പോപ്പുലർ ആയിട്ടുള്ള മൾട്ടി മോഡൽസ് എന്ന് പറഞ്ഞാല് ക്ലിപ്പാണ്. അതിപ്പോ ഓപ്പൺ ഐയുടെ ക്ലിപ്പാണ്. അത് ഇമേജും ടെക്സ്റ്റും കമ്പൈൻ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു എ ഐ മോഡലാണ്. അതുപോലെ ഡല്ലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലിന്റെ സ്റ്റേബിൾ ഡിഫ്യൂഷൻ ആണ്. ഇപ്പോൾ ലൈക്ക് ടെക്സ്റ്റിൽ നിന്നും അതേപോലെ തന്നെ ഇമേജിൽ നിന്നും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മോഡലാണ്. GPT-4 അതിന്റെ ജെമിനിയായി തുടങ്ങിയ കുറെ മോഡൽസ് ഉണ്ട്. ഇതിന് എല്ലാ മോഡൽസിനുള്ള പോലെ തന്നെ നല്ല ചാലഞ്ചസ് ഉണ്ട്. ഈ ടെക്നോളജിക്കുള്ള ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇതിന്റെ കോസ്റ്റ് ആണ്. കോസ്റ്റ് എന്ന് പറഞ്ഞാല് ഇപ്പം മെയിനായിട്ട് നമ്മള് വലിയൊരു റിക്വയർമെന്റ്സ് ആണ്. അപ്പൊ കൂടുതൽ കമ്പൈൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ മോഡൽസിനെ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടി വരും. ആ കേസിൽ കൂടുതൽ GPUs യൂസ് ചെയ്യും. അതാണ് മെയിനായിട്ടുള്ള ഒരു ചാലഞ്ച്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ കമ്പൈൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇമേജ്, ടെക്സ്റ്റ്, ഓഡിയോ എന്നുള്ള അലൈൻമെന്റ് ഡിഫറൻസ് വരും. അപ്പോൾ അതൊരു ചാലഞ്ചാണ്. പിന്നെ ഡാറ്റാബേസ് ഉണ്ടാകും. അങ്ങനത്തെ കുറച്ച് ചാലഞ്ചസ് ആണ് ഉള്ളത്. ഇപ്പം കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ മൾട്ടി മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സ്റ്റെപ്പാണ്. ഇപ്പോൾ അത് മെഷീൻസിനെ ഒരു ഹ്യൂമൻസിന്റെ ലെവലിലേക്ക് എത്തിക്കുന്ന ഒരു മനസ്സിലാക്കാനും അതിന്റെ ഒരു ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ്, ഒരു ടെക്നോളജിയാണ്. അതുപോലെ തന്നെ അത് ഫ്യൂച്ചറിൽ ഇതിന് ഓട്ടോണമസ് കാർസ്, റോബോട്ടിക്സ്, AR VR ടെക്നോളജി, അത് ഹെൽത്ത് കെയർ സെക്ഷനിലൊക്കെ വളരെ വലിയ ഇമ്പാക്ട് ഉണ്ടാകും. അപ്പോൾ സിംപ്ലി പറയുകയാണെങ്കിൽ മൾട്ടി മോഡൽ ഈസ് എ ടീച്ചിങ് മെഷീൻസ് ടു സീ, ലിസൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ടുഗദർ, bring us one step closer to human like intelligence. Thank you.